ഇങ്ങനെ കണ്ടിട്ട് ആരും പിടിച്ചോണ്ട് പോകുന്നില്ല. അവൻ സീനില്ല, മാസ്ക് ഒന്നും ഇടൂല. ഗിറ്റാറിന്റെ മറ്റേ ദിലീപിന്റെ ഒരു സിംഗർ പോലെ ചെറിയ നല്ലൊരു കോമഡി. റൗണ്ട് ഓഫ് അപ്ലോസ്. എന്താ പരിപാടി? എന്തേലും പരിപാടി? വീഡിയോ ഷൂട്ട് അലൗഡ് അല്ല പോലും വന്നു. ഓക്കെ ബ്രോ, നീ വേറെ ഊബർ വിളിച്ചു തരില്ല. എടാ അസ്കു ബ്രോ നീ വിളിച്ചാ മതി. എടാ വണ്ടി അടിച്ചടാ, വണ്ടിയില്ല. ഡിക്കി കയറ്റിക്കൂടെ? ഡിക്കി കയറിക്കും. എടാ എന്നാ പിന്നെ നീ വാ. എന്നിട്ട് അടിപൊളി. ഇവിടെ കൊച്ചിയിലിപ്പോ ഞാൻ 3 ദിവസം ഇവിടെ വന്നിട്ട് വെറുതെ ശരിയായ സാധനോട് ഇവരെ നേരിട്ട് കാണാൻ ശരിയായ സാധനോടാ. കാര്യം പറയാല. ഫുഡ് കഴിച്ചാ? ഞാൻ ഗിറ്റാർ ഫ്രണ്ടിന്റെ അടുത്ത് പോയി. അപ്പൊ ഒരു ഫാമിലി ആയിട്ട് നിന്റെ ആക്സെന്റ് എന്താ ഇങ്ങനെ? നീ ശരിക്കും എവിടെ ജനിച്ചേ? ഞാൻ തലശ്ശേരി. തലശ്ശേരിയാ? പക്ഷെങ്കിൽ ഫുൾ എന്താ പറയാ ഹോസ്റ്റല് കാര്യങ്ങളൊക്കെ പഠിച്ചതൊക്കെ എല്ലാരും സംസാരിച്ചു വേറെ ആക്സെന്റ്. കോഴിക്കോട് മലപ്പുറം മിക്സ്. പിന്നെ കാലിക്കറ്റ് തന്നെ ഉണ്ടായാല് പാട്ട് പിള്ളേരൊക്കെ എല്ലാവരും അവിടെ തന്നെ. നീ ഇപ്പൊ ഫുള്ള് ദുബായ്, സിംഗപ്പൂർ, മലേഷ്യ അവിടെ കോൺസേർട്ട് പരിപാടിയല്ലേ നീ? എന്റെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. എത്ര ട്രൈ ഞാൻ എത്ര ദിവസം ഇവനെ ട്രൈ ചെയ്യുന്നു ഇവനെ കിട്ടാൻ വേണ്ടി. ഇപ്പൊ ഓരോ ദിവസം ഓരോ സ്ഥലത്തായിരിക്കും, ഏട്ടെങ്കിലല്ലേ ആയിരിക്കും. കൊറേ ട്രൈ ചെയ്തിട്ട് കിട്ടിയത്. നമ്മളെ വണ്ടി അടിച്ചടാ. വണ്ടി കൊണ്ടുപോയിട്ട് ചാർത്തി, വേറൊരു വണ്ടിക്ക് ബാക്കിൽ കൊണ്ടുപോയി ചാർത്തി. ഫുൾ മൂഡ് പോയിട്ട് എല്ലാം ഇതായിട്ടുണ്ട്. പക്ഷെ നിന്നെ കാണാന്നുള്ള ഒറ്റ ഇതിലാണ് ഞാൻ ഇന്ന് ഓണായത്. മനസ്സിലായോ? ഞാൻ ഇന്ന് ഫുൾ ഡൗൺ ആയിട്ടുണ്ടായി. ഒരു വണ്ടിന്റെ അവരെ നമ്മളെ അറിയുന്ന ആൾക്കാർ, എന്നെ അറിയുന്ന ആൾക്കാരാ. അതുകൊണ്ട് അവര് കേസിനൊന്നും പോയിട്ടില്ല. ഒക്കെ പറഞ്ഞു വണ്ടി എടുത്ത് കൊടുക്കണം. പക്ഷെ സ്റ്റിൽ ഒരു ഷോക്ക് അടിച്ചതിന്റെ ഒരു ഇതില്ലേ? മനസ്സിലായോ? അങ്ങോട്ടാവുന്നില്ല എനിക്ക്. നീ എന്താ പരിപാടി? പരിപാടി എന്റെ പ്ലാൻ പറ. ഫുഡ് കഴിക്കാം വാ. എടേ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് അസ്കു ബ്രോ ഫുഡ് കഴിക്കാം. ഇത് ഇപ്പൊ പരിചയപ്പെട്ട നമ്മള് ഊബർ വിളിച്ചപ്പോ നോക്കിപ്പോയി എന്നെ അറിയുന്ന ആള് കാസർഗോഡ് അസ്കർ. ഇപ്പൊ നമ്മളങ്ങോട്ട് എടുത്ത് വാങ്ങി. എന്ത് അല്ല നമുക്കില്ലേ പ്രൈവസി വേണം. ആൾക്കാർ വന്ന് ഇടങ്ങാറാക്കിയത് ഇവനെല്ലാം കണ്ടാ സീനോ. ഒരു അത്യാവശ്യം ഇരുന്ന് സംസാരിച്ച് ഫുഡ് കഴിക്കാൻ പറ്റുന്നൊരു അല്ലാതെ ക്രൗഡ് ഇല്ലാത്ത ദേപ്പുട്ടിലേക്കൊന്നും കൊണ്ടുപോയേക്കല്ലേ നിങ്ങള് അസ്കു? നിങ്ങൾക്ക് ഒരു നല്ല നടത്തേക്ക് വിട്ടോ. എനിക്ക് തോന്നില്ലട്ടെ ഈ കൊച്ചിയിൽ ക്രൗഡ് പറഞ്ഞ ഫുഡ് കഴിക്കുന്ന സ്ഥലം ഉണ്ട് എനിക്ക് തോന്നുന്നില്ല. ഉള്ളോട്ട് കൊറേ ദൂരാ. പനമ്പള്ളി അങ്ങോട്ട് ഞാൻ എടുക്കണം, മാപ്പ് ഇടണം. എന്നിട്ട് എന്താ പ്ലാൻ? എന്താ അതാ നീ നേരത്തെ പറഞ്ഞ എന്താ സംഭവം? അപ്പൊ നിന്റെ കാര്യങ്ങളിൽ ആരാടാ ചെയ്യുന്നത്? മാനേജ് ചെയ്യുന്ന ആരാ? എന്റെ ഫ്രണ്ട്സ് ഉണ്ട്, രണ്ട് പിള്ളേര്. അവരെ രണ്ടാൾ കുവൈറ്റിലല്ലേ ഇപ്പൊ വെക്കേഷൻ. ഒരാടെ ഉള്ള പിള്ളേരാ. വെക്കേഷന് പോയത് ഇപ്പൊ വരും. എന്നിട്ട് ഇപ്പൊ കൊച്ചിയിൽ നീ ഒറ്റക്ക് താമസിക്കാൻ പോയത് ഷിഫ്റ്റ് ചെയ്തിട്ട്? ഒറ്റക്ക്. എടാ കല്ലൂര്. കറക്റ്റ് പറയണ്ട, ലൊക്കേഷൻ ലീക്കാവും. എന്റെ ഒരിക്കൽ ലീക്കായതിന്റെ അനുഭവിച്ചു തീർന്നു. അത് കുഴപ്പമില്ല. സ്ട്രീം സ്നൈപ്പേഴ്സ് വലിയ പ്രശ്നമില്ല, കുറവാണ്, എപ്പെങ്കിലായിട്ടേ വരും. അതല്ലാത്തുള്ള ക്രൗഡാണ് സീന്.
ചാറ്റ് കാണാ. നേരെ പോയിട്ട് യു ആണേ. MDMA ബസ് ഒരു മുറിവേടി പോലും ജീവിതത്തിൽ കാണാത്ത ചക്കര. ഹോക്കി ലൈഫാ? നീ ഹോക്കി കളിച്ചോണ്ടെന്നെ? അതെനിക്കറിയില്ലേനു. അമ്മ ഇതെല്ലാം ചാറ്റിൽ വരുന്ന പബ്ലിക്കാ. നിന്നെ അറിയുന്ന ആരെങ്കിലും ആയിരിക്കും. നീ ഹോക്കി ഫാസ്റ്റ് ഹോക്കി ലൈഫ് ഇതാ കൊറേ ആള് കമന്റ് ചെയ്യുന്ന. ആസ്ക് ഇസ് ഫാസ്റ്റ് ഹോക്കി ലൈഫ്, ഫാസ്റ്റ് ഹോക്കി ലൈഫ്. ഇതെന്താ കൊറേ ആൾക്ക് അറിയാതെ ഹോക്കി ലൈഫ്? അതെന്താ അങ്ങനെ? ഞാൻ ഹോക്കി കളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സായിലൊക്കെ പഠിച്ചത്. ആടാ അതെനിക്കറിയില്ലേനു. എന്ത് സായിയാ? അങ്ങനെ പറ. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്പോർട്സിന്റെ ഒരു പിന്നെ ബാംഗ്ലൂർ എത്തി മ്യൂസിക്കായി. ബാംഗ്ലൂർ ഡിഗ്രി പഠിക്കുന്ന സമയത്തൊക്കെ മ്യൂസിക്, പിന്നെ കളിയൊക്കെ നിർത്തി. പറക്കൂ കണ്ണാളെ ഉലവരക്കൂ കൊഞ്ചും മനസ്സുടഞ്ച് പോകാതെ വര പിടിച്ച് നാനും കരയേറുവേ. ബ്രോ ഹാർട്ട് വാമിംഗ് വോയിസ് ബ്രോ. കാര്യം പറയല്ല, മൈക്കിലോട്ട് നിങ്ങക്ക് കേൾക്കുമ്പോ അത് മനസ്സിലാവാൻ എനിക്കറിയില്ല. ഹാർട്ട് വാമിംഗ് വോയിസ് ആ മുത്തേ, അല്ലാണോ അറിയാല. ഇതന്നെ യു. ഇത് നേരെ സ്ട്രെയിറ്റ് ആണ്. പാലത്തിന്റെ മുകളിലാണോ അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാക്കിയതാ? നോക്കിയാ തരുമോ? എവിടെന്നേ? ഇറങ്ങി എന്റെ ഫ്രണ്ടാ തോന്നുന്നു. ഇപ്പൊ നമ്പർ വാങ്ങിക്കാൻ എൻ്റെ അടുത്ത്. എൻ്റെ ഒരു പഴയ ഫ്രണ്ടാ. ഡെലുന്ന് ഇറങ്ങിയാന്ന് വെച്ചിട്ട്. ഓ ഓൻ വരാന്ന് പറഞ്ഞ പിക്ക് ചെയ്യാൻ വരാന്ന്. പിന്നെ കാണാൻ വേണ്ടിട്ടായിരിക്കും ഇപ്പത്തേക്ക് ഇറങ്ങി പറഞ്ഞു. ഫുള്ള് ഞാൻ പറയട്ടെ, ഫുള്ള് ഓരോ കാറിലെയും ഗേൾസ് കൈ ഇങ്ങനെ നോക്കുന്നുണ്ട് നിന്നെ. നേരത്തെ നോക്കുന്നുണ്ടായിരുന്നു, ഇപ്പൊ രണ്ടാമത്തതാ പോയത് കിയയില്. അടുത്ത നോക്കാം. അല്ലല്ല നിന്റെ അതിന്റെ എല്ലാം അന്നെ നോക്കുന്ന ആൾക്കാരെ ഏകദേശം കണ്ടാ മനസ്സിലാവും എന്താ സംഭവം. എന്താ സാപ്പനിങ്? ഞാൻ സത്യം പറഞ്ഞ ISL കാണാൻ വേണ്ടി വന്നേന്ന് മിന്നാന്ന്. പിന്നെ ഇവിടെ തന്നെ പിന്നെ ഓരോ ലൈവ് ചെയ്ത് ഇങ്ങനെ ഓരോ ആൾക്കാരെ മീറ്റ് ചെയ്ത്. ഇന്നലെ കാർത്തിക് സൂര്യനെ കണ്ട്, സാബുമോനായിട്ട് ഫുള്ള് എന്തെല്ലോ ആയി. ഇന്നലെ ക്രേസി നൈറ്റ് ആയിരുന്നു. വണ്ടി അടിച്ച് സാബുക്കായിട്ട് എന്തെല്ലോ സീനായി, എന്തെല്ലോ വർത്താനം ഇതെല്ലാം ആയി. സീനായി. അല്ല ലാസ്റ്റ് നല്ല രീതിയിൽ തന്നെ സംസാരിച്ചിറങ്ങിയത്. പക്ഷെ ഫസ്റ്റ് എന്തെല്ലോ അങ്ങോട്ടും ഇങ്ങോട്ട് വർത്താനല്ലേ ആയി. എന്റെ ചെയിനെല്ലാം എടുത്ത് എറിഞ്ഞ് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഓരോ ഇതിലേക്ക് ഒരു 5-star ഹോട്ടൽ ഉണ്ട് അവിടെ, അവിടത്തേക്ക് പോയത്. അതിന്റെ ഏറ്റവും മുകളിൽ നിന്ന് നിലയിൽ എടുത്ത് എറിഞ്ഞ് അവര് വിളിച്ചു പോയത്. എന്നിട്ട് അതിന്റെ മുകളിൽ അങ്ങത്തന്നെ എന്റെ വാലെടുത്ത് ഒറ്റ കയറ് തായിലേക്ക് കാട്ടിലേക്ക്. എന്റെ തൊപ്പി എറിഞ്ഞ്, എന്റെ ടീഷർട്ട് എറിഞ്ഞ് ഫുൾ സീന. എന്റെ കൈയെല്ലാം പിടിച്ചോട്ട് ഞാൻ വിചാരിച്ച തന്നെ ആടുന്ന് തിരിച്ചു പോകില്ലാന്ന് ഞാൻ വിചാരിച്ചേ. ലാസ്റ്റ് ഒക്കെ മണ്ണാക്കിയാ വെറുതെ. പിന്നെ ആരെല്ലാം മീറ്റ് ചെയ്തത്? കൊറേ ആളെ മീറ്റ് ചെയ്ത്. പെപ്പെ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേയേഴ്സിനെ ഈ 3 ദിവസത്തിനിടക്ക് കൊറേ ആൾക്കാരെ മീറ്റ് ചെയ്ത്. ഞാൻ ഫസ്റ്റ് ഇവിടെ വന്ന ഇവനെ മീറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് എന്റെ മൈൻഡിൽ ഉണ്ടായത്. പക്ഷെ ഇവനെ മാത്രം കിട്ടിയില്ല, ബാക്കി കൊറേ എല്ലാരെയും കിട്ടി, ഇവനെ മാത്രം കിട്ടിയില്ല. ലെഫ്റ്റ് ആണ് ഇവിടുന്ന്. അവിടെ ആ ലൊക്കേഷൻ ഇല്ലേ മുനുക്ക് അറിയോ? അപ്പൊ പിന്നെ ഓൻ എങ്ങോട്ടേക്കാ വരുവാ? നീ എത്ര ആടെ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്? ഞാനിപ്പോ ബാംഗ്ലൂർ വന്ന് ഷോ ഉണ്ടായിരുന്നു ബാംഗ്ലൂര്. അതല്ല കൊച്ചിയില്. അതന്നെ കൊച്ചി കഴിഞ്ഞിട്ട് വന്ന് 3-4 ദിവസമായിട്ട്. അതല്ല അതിന് മുന്നേ നീ കൊച്ചിയിലായിരുന്നില്ലേ? ഇല്ല അതിന് മുമ്പ് ഞാൻ കാലിക്കറ്റ്. ഓ അത് നീ പറഞ്ഞിട്ടില്ല. ഓ കാലിക്കറ്റ് നിന്ന് കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ആവുന്ന കാര്യം നീ പറഞ്ഞേ. ഓ മേൻ ഒറ്റക്ക് ഇട അങ്ങനെ. കാലിക്കറ്റിൽ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അല്ല കാലിക്കറ്റ് നിനക്ക് ഏകദേശം അറിയുന്നതായിരിക്കൂലേ? ഇവിടെ ഒന്നും അറിയാത്ത സ്ഥലത്ത് ഒറ്റക്ക് വെട്ടുന്നു വെട്ടിട്ട്. ഇവിടെയും പിള്ളേരൊക്കെ ഉണ്ട്, അറിയുന്ന പിള്ളേരുണ്ട്. പിന്നെ എനിക്ക് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് റെക്കോർഡ്
റെക്കോർഡിംഗും കാര്യങ്ങളൊക്കെ ഇവിടെ ആ കൊച്ചി എല്ലാ കാര്യത്തിലും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് കൊച്ചി തന്നെയാണ്. പക്ഷെ എനക്ക് ഒരിക്കലും ഇവിടെ വന്ന് താമസിക്കാൻ കഴിയില്ല. എനക്ക് ഇവിടെ ഒരാളെ അറിയില്ല, ഒരു ഇതും ഇല്ല. എനക്ക് ഒരിക്കലും ഒറ്റക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. പണ്ടേ ഒറ്റക്ക് ട്രാവൽ ഒറ്റക്ക് ഇങ്ങനെ ചെയ്യുന്ന ആള്. അപ്പൊ മീൻസ് എനിക്ക് എപ്പോഴാണെങ്കിലും എനിക്കൊരു സ്പേസ് ഒറ്റക്ക് ഇങ്ങനെ വേണം കുറച്ച് സമയത്തൊക്കെ. അപ്പൊ ഞാൻ പിന്നെ എന്തായാലും ഒറ്റക്ക് മാറുന്നുണ്ട് നല്ലത്. എന്താന്ന് അറിയില്ലടാ എനക്കത്. എന്റെ ഒരുത്തല്ലേ മുനു ഇല്ലേ നിന്നെ വിളിച്ചേ, മുനു നേരത്തെ, ഓനാ എന്റെ ഒപ്പം എപ്പോ ഉണ്ടാവും എല്ലായിടത്തും. ഓന് മാറാൻ പറ്റില്ല. ഓന് തട്ടുകട ബിസിനസ്സാണ് നാട്ടില്. എന്താണ് ചിരിക്കുന്നത്? ഞാൻ മുന്റെ ചുണ്ട് ഞാൻ കണ്ട്. ഒരാളെ പ്രൊഫഷനെ നീ അങ്ങനെ ആക്കാൻ പറ്റില്ല. ചുണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. എന്നിട്ട് എന്റെ ചക്കര ഞാൻ പറയട്ടെ. എന്നിട്ട് ഓനില്ലാണ്ട് ഓന്റെ പേരായിരിക്കും ഞാൻ എപ്പം മനസ്സിലായി എന്റെ കാര്യങ്ങളിൽ നോക്കാം. അപ്പം കണ്ണൂരിൽ നിന്ന് എനിക്ക് മാറിക്കാൻ കഴിയില്ല. ഓന്റെ തട്ടുകട എവിടെയാണ്? നീ തന്നെ ചിരിക്കുന്നത്. എന്നിട്ട് ഞാൻ പറയട്ടെ. എന്നിട്ട് ഓനെന്തായാലും ഇങ്ങോട്ട് മാറാൻ പറ്റില്ല. അതുകൊണ്ട് എനക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓനെങ്ങനെങ്കിലും ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ എനക്ക് കൊച്ചിയിൽ തൽക്കാലം തട്ടുകട വേറൊരാളെ നോക്കി നടത്താൻ ഏൽപ്പിച്ചിട്ട് വന്നതാ. അപ്പത്തേക്കാണ് ഈ വണ്ടി പോയിട്ട് അടിച്ചു കൊണ്ടുപോയത്. അത് ഏറ്റവും വലിയ സീനായത്. ഇപ്പൊ എന്താവും അറിയില്ല. പണിക്ക് കയറ്റി അല്ല പണിക്ക് കയറ്റി കൊണ്ടിട്ട് പണി പറഞ്ഞിട്ടൊന്നുമില്ല. അവിടെ ഗ്യാരേജ് കൊണ്ട് കയറ്റിയിട്ട് ഇനി നാളെ രാവിലെ പോയിട്ട് നോക്കണം എന്താ അവസ്ഥ, എന്തെല്ലാം ചെയ്യണ്ടേ. എന്നിട്ട് നാളെ തീരുമാനമാവും നമ്മൾ നാട്ടിൽ പോയില്ലയോ. പക്ഷെ എന്നാലും നീ എങ്ങനെ അവിടെ ഒറ്റക്ക് ഇവിടെ സർവൈവ് ചെയ്യാ? അങ്ങനല്ല, ഒറ്റക്ക് എങ്ങനെ ഇതെല്ലാം ബ്രോ എനക്കൊരിക്കലും കഴിയില്ല. അത് പഠിക്കണല്ലേ, നമ്മള് ഡിപ്പെൻഡ് ചെയ്യാണ്ട് ജീവിക്കാൻ പഠിക്കണം അല്ലേ. അങ്ങനെ കൊറേ അടി കൊള്ളുമ്പോ നമുക്ക് നമ്മൾ തന്നെ സ്നേഹിച്ചു കൊടുക്കും. കാരണം നമ്മള് കൊറേ മറ്റുള്ള ആലോചിച്ചിട്ട് വെറുതെ നമ്മളെ ജീവിതത്തില് അന്ന് നമ്മൾ തന്നെ ടേക്ക് കെയർ ചെയ്യണല്ലേ. അതാരും ഉണ്ടാവില്ല. നമ്മളെടുത്ത് വന്നിച്ച ആൾക്കാർ തന്നെ നമ്മളെടുത്തതായാലും അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മളെ നോക്കുന്നതല്ല. ഗേൾഫ്രണ്ട് ഇല്ല? അതെന്താ അങ്ങനെ ചോദിക്കാൻ വിചാരിക്കുന്ന അതെന്താ അങ്ങനെ? ഇപ്പൊ ഞാൻ കുറച്ചും കൂടി എന്റെ മ്യൂസിക് കാര്യങ്ങളായിട്ട് കരിയർ കോൺസെൻട്രേഷൻ അല്ലേ. ഞാനും ഡബ്ല്യു ബ്രോ അതാണ് ഒരു 10 കോടി ഉണ്ടാക്കിട്ട് അങ്ങനെ കഴിച്ചാൽ മതി. 10 കോടി കാര്യം പറയാലോ. ഓരോരോ തിരിച്ച് അതെന്താ അത് അങ്ങനെ തിരിച്ചാ മതി. അത് അങ്ങനെ തിരിച്ചാ ഗുഡ് ഗുഡ് എന്ത് ഗുഡ് ഗുഡ് 10 കോടി പൈസ ഉണ്ടാക്കിയിട്ട് കല്യാണം അത്ര. പിന്നെ കരിയറിൽ ഫോക്കസ് ചെയ്യാം. എല്ലാത്തിനുള്ളൂടാ കാര്യം പറയാലോ. ഡിസ്ട്രാക്ഷൻ ആയിട്ട് ഇടക്കിടക്ക് ഗേൾസ് വരും നമ്മളെ മുന്നിലേക്ക്. നമ്മൾ വീണ് കൊടുക്കാൻ പറ്റില്ല. അതാണ് ഒരു കള്ളച്ചിരി. അത് പറയുമ്പോ പക്ഷെ രാത്രിയെല്ലാം സങ്കടം വരുവാടാ. അല്ലാതെ നമ്മള് തരണം ചെയ്യണം. എന്നിട്ട് പിറ്റേ ദിവസം പിന്നെയും ഹാർഡ് വർക്ക് ചെയ്യണം. ഇന്ന് കേരളത്തിൽ ഏറ്റവും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള IRL സ്ട്രീമർ ഞാനായിരിക്കും. ഞാൻ മിഞ്ഞാന്ന് 24 hour നിറക്കനെ സ്ട്രീം ചെയ്ത് 24 hour ഫുൾ ഓൺ ഫുൾ പവർ. എല്ലാവരും ചോദിച്ചു നീ MDM ആണോ, നീ എന്താ ഇട്ടത്, ഉറങ്ങാണ്ട് എങ്ങനെ നിൽക്കുന്നത്, ഇട്ടിട്ട് കളിക്കുന്നതാണോ, ഇത്ര രീതിയിലാണ് സംസാരം ഉണ്ടായത്. ഇവിടെ ഹാർഡ് വർക്കിംഗ്. എനിക്ക് വന്ന് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ നമ്മളെ കൂടെ ഉള്ളപ്പം നമ്മളും ഹാർഡ് വർക്ക് ചെയ്യാൻ ഇതാവും തോന്നി. പക്ഷെ ഇവനെല്ലാം ഉണ്ട്. എന്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഒന്നാമത് ഇവനെ നോക്കിയാ മറ്റേ ഓനെ നോക്കിയാ ഓനെന്തെങ്കിലും തിന്നണം. ഓനെന്തെങ്കിലും തിന്നണം. ഫുഡ് കഴിക്കാനുള്ളതാണ് ഏറ്റവും വലിയ ഹാർഡ് വർക്ക്. എന്നിട്ട് എവിടെയും കടന്നുറങ്ങണം. ഇതാണ് എവിടെയും ചായ. ഈ തിമ്മിങ്കലെല്ലാം കരക്കടിയുന്ന പോലെ വന്ന് അടിയും. ഇതാണ് കടന്നുറങ്ങും. എന്തെങ്കിലും തിന്നും. ഇതാണ് എന്റെ അവസ്ഥ. എനിക്ക് ഏതെങ്കിലും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള നിന്നെ പോലുള്ള ആൾക്കാർ കിട്ടിയാൽ നല്ലതാണ് പറയാലോ. ഞാൻ 4 hour കൊച്ചിയിൽ തന്നെ നിൽക്കും. ഞാൻ ബേബി ജീനെ കണ്ടു. ഞാൻ ഡബ് ജീനും കണ്ടു. ബേബി ജീന എടാ എനിക്ക് ബേബി ജീന ഒരു ഇതുണ്ടാ കോണ്ടാക്ട് ഉണ്ടാ കണ്ടോ? ബേബി സീനാണ്. ഓനെ ബേബി താൻ എല്ലാരും വിളിക്കാ. ഞാൻ ഫസ്റ്റ് ടൈം മീറ്റിംഗ് ആണ് എല്ലാവർക്കും ബേബി എന്ന് വിളിക്കുന്നത്.
പക്ഷെ ജീനേന്ന് വിളിച്ചാ പിന്നെയും കുഴപ്പമില്ല, ഭയങ്കര ബേബി എന്ന് വിളിക്കാം. അത്രയും ഹാർഡ് റാപ്പെല്ലാം ചെയ്യുന്ന ആള്, അത്രയും അങ്ങനത്തെ ഓരോ ലിറിക്സ് തന്നെ ഫുള്ള് വയലൻസ് ചെയ്തല്ല. എന്നിട്ട് ഓരോ ആൾക്കാരായിട്ട് ബേബി. ഹലോ, ഇത് ഞാൻ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്, ലൈവ് ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. നേരത്തെ ക്ലബ്ബ്. ഏത് ക്ലബ്ബ്? അത് കഴിഞ്ഞിട്ടേ ഉള്ളു, അതല്ലേ ലൊക്കേഷൻ. ലൈവ് ലൊക്കേഷൻ ഇട്ടിട്ടുണ്ടാ വാട്സാപ്പില്. അവിടെ പനമ്പള്ളി നഗറിലേക്ക് വരാൻ പറ. പനമ്പള്ളി നഗറിലേക്ക് വാ. അതാണെങ്കിൽ ഒരു ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം കിളി പോയിട്ടാണ്. ആ, ഞാൻ ലൈവ് ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്, അങ്ങോട്ടേക്ക് വാ. ആ ഷോപ്പിന്റെ ഇടം കഫേ. എടാ പനമ്പള്ളി നഗറിലെ ഇടം കഫേ. ഓക്കെ, ഇടം 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 ഇടം. എടാ തട്ടുമലോ, ഇടം ഇടം EDAM EDAM ഇടം ഇടം. ആ അതന്നെ. ഓക്കെ വാ. ആളൊരു പാവാണ്, അറിയാണ്ട് പറ്റിപ്പോ. ഇതെല്ലാം കാണലുണ്ട്. ഓ ഓന്റെ ഇതെല്ലാം കാണലുണ്ടോ? ഓനെല്ലാം വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവല്ലേ? അറിയാലോ, പറഞ്ഞിട്ടുണ്ടാലോ. അസ്കു കാബു ഇങ്ങന്നാണ് ഇങ്ങന്റെ അങ്ങായാണ് മോൻ വിളിച്ചോണ്ട് ഇങ്ങ വണ്ടി ഓടിക്കുന്നത്. അപ്പ ഇങ്ങ മിക്കവാറും മുന്നിന്റെ ബാക്കിയായിരിക്കും കേട്ടോ. നിങ്ങക്ക് ഹുക്കും ഇട്ടേ, ടൈഗർ കാ ഹുക്കും. ഹുക്കും കേട്ടിട്ടാണ് മുന്നിൽ പവർ കയറിയ വണ്ടി കൊണ്ടുപോയിട്ട് അടിച്ചേ. ഹുക്കുമില്ലേ ആ ബീജം ഇട്ടെടുത്തു. ഓൻ വിചാരിച്ചത് ഓനിക്കുള്ള ബീജമാണ്. സംഭവം ഓവർ എനർജി കയറിയതാണ്. എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല, ആ എനർജി കൊണ്ട് എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല. ചങ്ങ തന്നെ ചവിട്ടി പിടിച്ച്. എടാ മറ്റേ പാട്ടില്ലേ ഞാൻ പറഞ്ഞ, ഞാൻ പാടിത്തരാം, നീ പാടണ്ട, ഞാൻ പാടാം. എന്നെ കൊണ്ട് പണിയെടുപ്പിക്കൂല. നീ അവിടെ പോയാലും എന്നെ കൊണ്ട് പണിയെടുപ്പിക്കല്ലേ, പാട്ട് പഠിപ്പിക്കല്ലേ. എനിക്ക് ഞാൻ പാട്ട് പഠിത്തരും. നിക്ക ആ പാട്ടിന്റെ ഫസ്റ്റ് എന്താടാ? ആ ഓക്കെ ഓക്കെ. മുഖം കാട്ട് നീ മുഴുവൻ പനി പോകാതെ നീ ഏ മുല്ലയേ സിറു പുണ്ണുകി നീ കാട്ടടി ഏ മുല്ലയേ. ഈ വണ്ടിയും തുള്ളിക്കാനല്ലേ ബ്രോ? റൈറ്റ് ആണ് How bro? How do you do that bro? ആടാ സ്പോട്ടിൽ അടിക്കും, ലൈവ് സ്പോട്ടിലേ പാടുന്നത്. നിങ്ങക്ക് മനസ്സിലായില്ലേ സ്ഥലം? ചേട്ടൻ പറയുന്നത്. ഓ എല്ലാരും W സ്പാം ചെയ്യുന്നുണ്ട്. പോയാട്രാ ഞാൻ പറയട്ടെ, എന്റെ സൗണ്ട് എടാ എന്റെ ഇല്ലടാ സൗണ്ട് കുറച്ചു ദിവസം മുന്നേ പോയി. ഞാൻ തല വിളിക്കല്ല, എന്റെ മുടിയില്ലേ. അപ്പൊ കുളിക്കാൻ പറ്റൂല എന്നില്ല, ഞാൻ കുളിക്കലുണ്ടായിട്ടില്ല. ഉള്ളിൽ വെള്ളം കെട്ടിക്ക് ഭയങ്കര കട്ടിയായിക്കൊണ്ട് അങ്ങനെ ഒരു ദിവസം ഞാൻ തല വിളിച്ച് നല്ലോണം ഇരുന്ന് തല കുടിച്ച്. എന്നിട്ട് ഉള്ളില് മൊത്തം വെള്ളം കെട്ടിയെന്ന് എന്റെ സൗണ്ട് പോയി. അല്ലെങ്കിൽ ഞാൻ നല്ലതിൽ പാടുന്നത്. നമുക്ക് അതാണ് ഇവരായിരിക്കുന്നത് എന്റെ ഫ്രണ്ട്സ്. ഞാൻ നല്ല പാടുന്നത് സത്യമായിട്ട്. അങ്ങനെ വെള്ളം കെട്ടിയെന്ന് ഉള്ളില് കൊറേ കാലം കൊണ്ട് കൊറേ കാലം കൊണ്ട് ഇതാക്കിയപ്പില്ലേ കുളിച്ചപ്പം വെള്ളം കെട്ടിയെന്ന് മറ്റേ എന്റെ സൗണ്ട് പോയി. ഇപ്പൊ ഞങ്ങക്ക് മറ്റേ ഹൈപ്പിച്ച് കിട്ടുന്നില്ല. ഇതൊക്കെ കണ്ടോ? ആ കാറ്റാ വരാം. മറ്റേ സാധനമില്ലേ നിനക്ക് അറിയായിരിക്കല്ലോ, നമുക്ക് ഹൈപ്പിച്ച് വോയിസ് എടുക്കാൻ പറ്റാത്ത അവസ്ഥയില്ലേ ആ സംഭവം. ഇല്ലേ ഞാൻ നല്ല പാടുന്നേടാ. അപ്പൊ വെൽക്കം ടു കൊച്ചി. നമ്മ കൊച്ചിക്കാരാണ്, സീനാണ്. അറാമ്പറപ്പിന്റെ കൂടാണ്, വേറെ മോഡാണ്. ബാഡാണ്, ഒട്ടും ഗുഡല്ല, റോങ് ആണ്, ബാഡാണ്. അറാമ്പറപ്പിന്റെ കൂടാണ്.
പക്ഷെ 2 ദിവസം കഴിഞ്ഞാൽ പോകും കൊച്ചിയിൽ. നീ അങ്ങോട്ട് ഇവിടെ സർവൈവ് ചെയ്യേണ്ടതാണ്. ഓൾ ദ ബെസ്റ്റ് താങ്ക് യു ബ്രോ ഫോർ യുവർ ന്യൂ ലൈഫ്. അപ്പൊ കാലിക്കറ്റില് എല്ലാരും ഉണ്ടായിട്ടുണ്ടാ? കാലിക്കറ്റ് എല്ലാവരും ഉണ്ട്. എൻ്റെ ക്രൂ എല്ലാം കുറച്ച് ക്രൂ മെമ്പേഴ്സ് ഒക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഷിഫ്റ്റ് ആൻഡ് പ്ലാനൊക്കെ ഉണ്ട് അവിടെ. അടുത്ത ബിഗ് സംഭവം എന്താ? ബിഗ് സംഭവമായിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും സംഭവത്തിൽ എൻ്റെ ഒറിജിനൽസ് ഞാൻ എഴുതിയ ഒറിജിനൽസ് റാപ്പൊക്കെ വരുന്നുണ്ട്. എൻ്റെ വരുന്നുണ്ട് റാപ്പ് ഒറിജിനൽ ആയിട്ടാ? എൻ്റെ ഒറിജിനൽസ് ഞാൻ അടുത്ത മാസം അങ്ങനെ ഇറങ്ങും ഇൻഷാല്ലാ. വർക്ക് എല്ലാം ഇടം വരെത്തിയ വർക്കൊക്കെ എല്ലാ സോങ്ങിൻ്റെ ഒക്കെ വർക്കൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം റെക്കോർഡിങ് അറേഞ്ച്മെന്റ് അങ്ങനത്തെ കുറച്ച് ഗസ്റ്റ് റോൾ തരോ? സെറ്റ് എന്തായാലും ഉറപ്പായിട്ടും അല്ലാണേ. വീഡിയോ ചെയ്ത് ഓ ലെറ്റ്സ് ഗോ സെറ്റാക്കി. ബ്രോ. ഞാൻ പറഞ്ഞെ ഇവിടുന്ന് ലെഫ്റ്റ് ആണ്. Pretty little liar, what you gotta do. ആ പാട്ടില് ഫസ്റ്റ് റാപ്പൊക്കെ ഞാൻ എഴുതിയതാ. അതാ ഞാൻ ചോദിക്കാ. നീ റാപ്പ് എന്ന് അതുമായിട്ട് വന്നുണ്ടോ ഈ ഇറക്കുന്ന അല്ല ആ സോങ് നടക്കുന്നില്ല. അതൊക്കെ ഞാൻ ജസ്റ്റ് റീലിന് വേണ്ടി വന്നു. ഇതെന്താ കഥ? ഈ റാപ്പ് എങ്ങനത്തെ ടൈപ്പാ? ഏത് ടൈപ്പാ? കൊറേ ഉണ്ട്. ലൈക്ക് എന്താ പറയാ, ഒരു സോങ് അല്ല, അല്ല കൊറേ ഉണ്ട്. കൊറേ ആൽബം. ആൽബമായിട്ട് അല്ല, മീൻസ് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കും. അതിൽ ഞാൻ ഏതാ ഫസ്റ്റ് എടുക്കണ്ട അങ്ങനെ ഡിസൈഡ് ചെയ്തിരിക്കില്ല. പിള്ളേർക്ക് ഇപ്പൊ അടുത്തെത്തും കുറച്ചായിട്ട്. ഇപ്പൊ എല്ലാം ഡിസൈഡ് ചെയ്ത് ഫുൾ സോർട്ട് ചെയ്ത് റെക്കോർഡ്. ഇടയിൽ നെറ്റ് കിട്ടുന്നുണ്ട് ക്ലിയർ ആയിട്ട്? ഈ മുടി എത്ര കാലായി? ഞാനിപ്പോ ഒരു വർഷമാവാനായി. എടാ എന്റെ മുടിയില്ലടാ. ഞാൻ ഇത് ചെയ്യുന്നതിന് മുന്നേ ഏകദേശം ഇത്ര സോഫ്റ്റ് അല്ല, എന്നെ കുറച്ച് കട്ടിയാണ്. എന്റെ ഭയങ്കര കട്ടിയാ മുടി. എന്റെ ഇപ്പൊ ചില വെള്ളത്തിൽ കുളിക്കുമ്പോ അങ്ങനെ കട്ടിയാവും. ഇതിപ്പോ ഇവിടെ നിന്നല്ല, ഇവിടെ കണ്ട അങ്ങനെ കെട്ട് എന്റെ അങ്ങനെ കെട്ട് വീണ് ഇങ്ങനെ കുറച്ച് കട്ടിയായി. പിന്നെ ബാക്കി ഞാൻ ഒരു സൂചി പോലത്തെ സാധനം, ഒരു ക്രോഷ്യ ഒക്കെ ഉണ്ട്, ഒരു സാധനം ഉണ്ട് ഇങ്ങനെയുള്ള. അതിന് ഇങ്ങനെ കൊളുത്തി ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ആക്കിയെടുത്തത്. ഞാൻ സ്വന്തമായിട്ട് ചെയ്തത്. ചെയ്ത പൊളിക്കും. കാര്യം പറയല്ല, പൊളിക്കും. അല്ല ഇപ്പൊ തന്നെ ഭംഗി. പക്ഷെ സാധാ മറ്റേ ബ്രൈഡ് ചെയ്യാ. മറ്റേ ബേബി മറ്റേ ഇതില് ചെയ്ത പോലെ ബേബി ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രൈഡ് ആയിട്ട് ഇങ്ങനെ 2 സൈഡില് ഇങ്ങനെ ഉണ്ടായിരുന്നു. നിന്റെ ടോപ്പ് 3 റാപ്പേഴ്സ് പറ. ടോപ്പ് 3 അങ്ങനെ പറയാനൊന്നും ഇല്ല ശരിക്കും. എന്റെ ടോപ്പ് 3 പറയട്ടെ. ബേബി ജീൻ, ഡബ്സി, മെസ്സിനെ കണക്കിന് കാണാൻ കിട്ടി. എമ്മച്ചാറിന് പാടാൻ പറ്റി. പാട്ടും ബൈത്തും കൂടെ കൂട്ടി ഞാനും വാങ്ങി അരിക്കായാക്കി. ബാക്കി പാട് ഇവനക്കറിയാം ലിറിക്സ്. അറിയില്ല. പിന്നെ എനിക്ക് എന്തെങ്കിലും ഒട്ടേ അറിയാം. എനിക്ക് വേറെ ഏതോ ഒരു ലിറിക്സ് അറിയാലോ. അല്ല അറിയില്ല. നിനക്ക് അപ്പൊ ആകെ ഇവനെ കൊണ്ട് തുന്നാ കിടക്കാന്നുള്ള അല്ലാണ്ട് ക്രിയേറ്റീവ് ആയിട്ടോ ഇതായിട്ടോ ഒരു ഇത് ഇവനെ കൊണ്ടില്ല സത്യം പറഞ്ഞ. നീ അന്ന് ഏതോ ഒരു ലിറിക്സ് പഠിക്കുന്ന ഇതല്ല ഏതേനു തലക്കനാണോ ബന്ധാന ഇന്നലെ പാടി. ഞാനല്ല സ്പാം ചെയ്ത് ജുപ്പിറ്റർ പാടിക്ക്. എന്താ നീ ജുപ്പിറ്റർ ഇപ്പൊ പാടിയേ? ജുപ്പിറ്റർ പാടിയുണ്ട്. എൻ്റെ ഒരു ഞാൻ എഴുതിയൊരു വേർഷൻ പാടിയുണ്ട് ജുപ്പിറ്ററിന്റെ ലാസ്റ്റിലെ ജുപ്പിറ്റർ മഴ നനയാന്നുള്ള ജൂപ്പിറ്റർ മഴ നനയാന്നുള്ളതിൽ ഒരു റിപ്ലൈ ഉണ്ട്. ജൂപ്പിറ്റർ മഴ നനഞ്ഞു ചന്ദ്രൻ. ഞാൻ കേട്ടിട്ടുണ്ട്. അറിയാം പാടോ. ജൂപ്പിറ്റർ മഴ നനഞ്ഞു ചന്ദ്രനെ നോക്കിയിരുന്നു. ഭൂമിയിലൊരു ഇടമില്ല പുറത്തായി ഞാൻ. തിരികെ വിളിക്കുമോ എന്നരികിലിരുത്തുവാൻ. മാറോട് ചേർന്ന് ഉറങ്ങാൻ എല്ലാരും ഡബ്ല്യു സ്പാം വേടാ.
റൈറ്റ് നൗ ഫെജോ. എടാ ഞാൻ ഫെജോന്റെ കാര്യം പറഞ്ഞു. ടോപ്പ് 3 റാപ്പേഴ്സിൽ സോറി എടാ അല്ലടാ ഞാൻ ഫെജോനെ റീപ്ലേസ് ചെയ്തിട്ടില്ല എസ്സേനെ ആക്കിയത്. അല്ല ഞാൻ മറന്നുപോയി. എസ്സേനെ റീപ്ലേസ് ചെയ്ത് ഞാൻ ഫെജോനെ ആക്കി. നമുക്കറിയില്ല. എനിക്ക് രണ്ടാളും ഭയങ്കര ഇഷ്ടം. ചാൻ ഡബ്ല്യു സ്പാമേ ഏത് ഇതാടാ അടക്കം ഒരുത്തൻ ഇങ്ങനെ എല്ലാത്തിലും ഉണ്ടാവും ഒരു ബാഡ് ആപ്പിള് എല്ലാം ഇടാൻ വേണ്ടിട്ട്. എല്ലാ കൂട്ടത്തിലും ഒരു ബാഡ് ആപ്പിൾ ഉണ്ടാവും. ഇങ്ങനെ അടക്കം വന്നിട്ട് ഒരു എല്ലാം ഇട്ടിട്ട് പോകാൻ. ഞാൻ പറയട്ടെ മസിൽ മെമ്മറിന്ന് വരുന്നത് സത്യമായിട്ട് അറിഞ്ഞും കൊണ്ട് വരുന്നല്ല, മസിൽ മെമ്മറിയിൽ വരുന്നത്. ഞാൻ അങ്ങനെ വെറുതെ ഇരിക്കുമ്പോ എല്ലാം എന്തെങ്കിലും ചെയ്യുമ്പോ കുളിക്കുമ്പോ കക്കൂസിലിരിക്കുമ്പോ ഇങ്ങനെ വായിന്ന് ഇങ്ങനെ വരുന്ന സാധനം ഇങ്ങനെ ഓട്ടോമാറ്റിക് വരുന്നതാ ഇരിക്കുമ്പോ. മൈ ബാഡ്. ലെഫ്റ്റ് അല്ല നീ എന്തുകൊണ്ടാ ടോപ്പ് 3 റാപ്പേഴ്സിന്റെ പേര് പറയാണെന്ന് ഒരാളെ പറഞ്ഞ മറ്റേക്ക് വിഷമാവുക ആ സാധനത്തിനല്ലേ? എന്നാ ഞാൻ ചോദിക്കട്ടെ മലയാളീസിന്റെ വേൾഡില് ടോപ്പ് 3 സിംഗേഴ്സിന് പറയാം. ടോപ്പ് 3 ഒന്നും ഞാൻ ഇതുവരെ അങ്ങനെ മനസ്സിലെടുത്ത് വെച്ചിട്ടില്ല. എല്ലാവരും എന്നാലും ഭയങ്കര ഇഷ്ടമുള്ള 2-3 ആളുണ്ടാവില്ലേ? സൂര്യ സന്തോഷ് ആരാ? മറ്റേ തനിയെ ഗപ്പിയൊക്കെ പാടി. ഓക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പ്രദീപ് കുമാർ ഒരു പാട്ട് പറയാം. അതൊക്കെ പാടിയാണ്. പിന്നെ അറിയാ ഫ്രെഡി മെർക്കുറിനെ ഇഷ്ടമാണ്. Bro, Queen for life. Let's go. അടാ ക്വീൻ ഫാനാ നീ? ഫ്രെഡി മെർക്കുറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടാടാ. We will rock you. അതല്ല എനക്ക് ഏതാ ഇഷ്ടം അറിയോ? ഓൻ അങ്ങനത്തെ റോക്ക് പാട്സ് അല്ല എനിക്ക് ചില ഏത് മാമാ I don't wanna die. Carry on. Nothing really matters. വേറെ ഏതാ ഇഷ്ടം? എനിക്ക് വേറെ ഏതാ പാട്ട് ഇഷ്ടം? ഫ്രെഡി മെർക്കുറിന്റെ ഇതൊക്കെ എനിക്ക് അവന്റെ സ്റ്റോറി അല്ല അത് ഡബ്ല്യു സ്റ്റോറി, ഒരു ഇൻസ്പിറേഷണൽ സ്റ്റോറി ആണെന്റെ. ഇതാണ് ഇതാ ഇടം ആർട്ട് കഫേയാ? ഇത് നമ്മളെ ഇവരിതാന്ന് തോന്നുന്നു. മറ്റേ നമ്മളെ സിത്താരയില്ലേ? ഫുഡ് ഫുഡെല്ലാം ഉണ്ട്. ചെറിയ ലൈറ്റ് ആയിട്ട് കഴിക്കാൻ ഞാൻ കഴിച്ചതാണ്. ലുലുവിന്റെ മുമ്പിൽ എത്ര നീ വെയിറ്റ് ചെയ്യല്ലേ അസ്കു? അപ്പൊ മറ്റേ ലൈറ്റ്സോ എവിടെ? ലുലുവിന്റെ മുമ്പിൽ പോലും ലൈറ്റ്സോ എടാ ഇവിടുത്തെ ലൊക്കേഷൻ അയച്ചു കൊടുക്ക്. നേരത്തെ അയച്ചു കൊടുത്തു. എന്നിട്ട് മെല്ലെ വന്നാൽ മതി പറയാം. നമ്മളിന്ന് ഫുഡ് കഴിക്കാം. ഇനിയിപ്പോ ഇങ്ങോട്ട് വന്നില്ലെങ്കിലും എന്റെ ഔട്ട്ഫിറ്റ് റേറ്റ് പറ. 10 റേറ്റ് നിന്റെ 10 രൂപ കാര്യം. ഞാൻ ഈ ടൈപ്പ് ഔട്ട്ഫിറ്റാ സാധാരണ ഇടല്. ഇന്നിപ്പോ ഇങ്ങനെ ഇറങ്ങിയതാ. ഞാൻ ഓവർ സൈസും ബാഗി ആയിട്ട് തന്നെ ഇറങ്ങല അധികം.